ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചപ്പാത്തി അഥവാ ഫുൽക്കയാണ്. അതിനായിട്ട് ഗോതമ്പിൻ്റെ മാവെടുത്ത് ആവശ്യമുള്ള വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. ഒരുപാട് വെള്ളം എടുത്ത് കുഴച്ചതുകൊണ്ട് കാര്യമില്ല. ചപ്പാത്തി സോഫ്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴയ്ക്കുന്നതിലാണ് കാര്യം. നന്നായിട്ട് ഇടിച്ച് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചാലുള്ള കാര്യം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത്ര സോഫ്റ്റും ആവില്ല. പിന്നെ നമ്മൾ പരത്താനും ഒന്നും പറ്റില്ല നല്ലപോലെ. അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം ജസ്റ്റ് ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ ഇതുപോലൊക്കെ കുഴച്ച് വെച്ച് നമ്മൾ സൈഡാക്കി വെച്ചു. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പം ഈ ചപ്പാത്തി പലകയിലേക്കിട്ടാണ് ഞാൻ പരത്തുന്നത്. ഇങ്ങനെ ഉരുട്ടി അതിനകത്തുനിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം നമുക്ക് കട്ട് ചെയ്ത്. അതിനുശേഷം ഈ കല്ലിൽ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടി അതിനൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി മാവ് എല്ലാ സൈഡിലും ആക്കി ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ മാവും നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി ആ കല്ലിൽ തന്നെ വെച്ച് ചെറുതായി ഒന്ന് ഉരുട്ടി അമക്കി പ്രസ് ചെയ്ത് അതിനെ ചെറിയ ഇതുപോലത്തെ പീസാക്കി നമുക്ക് മാവിലേക്കിടാം. എന്നിട്ട് ഓരോന്നോരോന്നെടുത്ത് മാവ് പുരട്ടിയതിന് ശേഷം എല്ലാ സൈഡും ഒരുപോലെ പരത്തി എടുക്കണം. കനം കുറച്ച് പരത്തി എടുക്കാനാണ് ഞാൻ നോക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള കട്ടി ആണ് ഉപയോഗിക്കുന്നത്. ചിലർക്ക് കനം കൂടിയ ചപ്പാത്തി ഇഷ്ടം, ചിലർക്ക് തീരെ പേപ്പർ പോലെയുള്ള ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തീരെ പേപ്പറും അല്ല, എന്നാൽ വലിയ കട്ടിയില്ലാത്ത സോഫ്റ്റായിട്ടുള്ള ഫുൾക്കയാണിത്. ഇതുപോലെ പരത്തി ഓരോന്ന് എടുക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളത് ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് ചപ്പാത്തി ഞാൻ ഈ സ്റ്റൗവിൽ വെച്ചൊന്ന് പൊക്കിച്ചെടുക്കുകയാണ്. പക്ഷേ ഇതിപ്പം എല്ലാവർക്കും അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അതേ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ പാനിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് പക്ഷേ എനിക്കിങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ചിലർക്ക് ഇപ്പോൾ ചൂലയെന്ന് പറയുന്നത്, അതായത് പുകയടുപ്പ് എല്ലാം ഉള്ളതുണ്ടല്ലോ, വിറകൊക്കെ വെച്ച് ചെയ്യുന്ന, അല്ല കനൽ വെച്ച് ചെയ്യുന്നത്, അതിനകത്ത് വെച്ച് ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് അടുപ്പാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ അതിനകത്ത് ചെയ്യുകയാണ്. നിങ്ങൾക്കതിൻ്റെ ഗ്യാസ് ഇങ്ങനെ കെമിക്കലൊക്കെ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഈ വെക്കുന്ന അതേ പാനിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് പൊള്ളിച്ചെടുക്കുക. എന്നിട്ട് ഞാനൊരല്പം നെയ്യ് പുരട്ടി വയ്ക്കും. എനിക്ക് നെയ്യുടെ ടേസ്റ്റ്, ഞങ്ങളിവിടെ നെയ്യ് പുരട്ടിയാണ് കഴിക്കാറ്, അതുകൊണ്ടാണ്. പക്ഷേ അവരവരുടെ ആരോഗ്യവും ഇഷ്ടവും അനുസരിച്ച് ചപ്പാത്തി കഴിക്കാവുന്നതാണ്. എണ്ണയോ അല്ലെങ്കിൽ ഒന്നുമേ ഇല്ലാതെയും എണ്ണയൊന്നും ഇല്ലാതെയും കഴിക്കാവുന്നതാണ്. സുക്ക റൊട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കഴിക്കാം. ഇതിപ്പോൾ കണ്ടോ, ഇതിങ്ങനെ രണ്ട് സൈഡും പൊള്ളിച്ച് പൊങ്ങി വരും. അതിനുശേഷം സൈഡാക്കി അടുത്തതിലേക്കിടും. ഇതിപ്പം ഒരെണ്ണം എടുത്തിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് എടുത്ത് കല്ലിലേക്കിടും. കല്ല് നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് കല്ലിൽ ഒരുവിധം വേവും അത്. ആ സമയം നമ്മൾ മറ്റേത് ഗ്യാസിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാം അങ്ങനെ പരത്തി ഒരു സൈഡിൽ ചുട്ടും അങ്ങനെ എടുക്കണം. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതിലെല്ലാം നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് വൈകുന്നേരം വയ്ക്കുന്നെങ്കിൽ പിറ്റേന്ന് രാവിലെ ജസ്റ്റ് നെയ്യ് പുരട്ടി ഒന്ന് കല്ലിൽ വെച്ച് ചൂടാക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.